ബീഹാർ തിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. കൊടുമ്പിരി കൊള്ളുന്ന ബീഹാർ മണ്ണിൽ ത്രിവർണ്ണ കൊട്ടി പാറിക്കാൻ AICC ഒറ്റക്കെട്ടായി ഇറങ്ങിക്കഴിഞ്ഞു. മല്ലികാർജുൻ ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അടുത്ത നീക്കത്തിൻ്റെ ചർച്ച നടക്കുകയാണ്. ബീഹാർ തെരുവുകളിൽ ഇപ്പോൾ ആരവങ്ങളുടെ കാലമാണ്. ജനങ്ങൾ പ്രതീക്ഷകളുടെ ആഘോഷ തിമിർപ്പിലാണ്. ഘാട്ടുകളിലും ഗലികളിലും ഉൾഗ്രാമങ്ങളിലും ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലകയിൽ തുഴഞ്ഞിരുന്ന ദരിദ്ര ജനം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വയറ് നിറച്ച് വിശപ്പ് മാറ്റി നെടുവീർപ്പിടുകയാണ്. കഴിഞ്ഞ 20 വർഷമായി റേഷനരി പോലും കഴിച്ച് വിശപ്പ് മാറ്റാനാകാതെ പാതി വിശപ്പിൻ്റെ കാലം കഴിച്ചവർക്ക് പുതിയ പ്രതീക്ഷ നൽകിയിരിക്കുകയാണ് മഹാഗഠബന്ധൻ തേജസ്വി യാദവ്. തേജസ്വിയെ അവർക്ക് വിശ്വാസമാണ്. കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ ഉപമുഖ്യമന്ത്രിയായി സ്ഥാനത്തിരുന്ന കാലത്ത് ബീഹാറിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ബീഹാർ ജനത്തിൻ്റെ മനസ്സിലുണ്ട്. തേജസ്വിയെ തങ്ങൾക്ക് മുഖ്യമന്ത്രിയായി മഹാഗഠബന്ധൻ മുന്നണിക്ക് അതിനായി വഴിയൊരുക്കിയ രാഹുൽ ഗാന്ധിക്കും കൂപ്പ് കൈകളോടെ അർപ്പിക്കുകയാണ് ബീഹാർ ജനത. അവരുടെ മുഖത്തിപ്പോൾ വിരിയുന്നത് കഴിഞ്ഞ കാലങ്ങളത്രയും വിടരാത്ത നിറപുഞ്ചിരിയാണ്. പ്രതീക്ഷയുടെ സ്വപ്നങ്ങളാണ്. വരണ്ടുണങ്ങി വാടിത്തളർന്ന ജീവിതത്തിന് മേൽ അമൃതവർഷിണി രാഗം തൂവി വേനൽ മഴ കൊടുത്ത രാഹുൽ ഗാന്ധി അവർക്ക് മുക്തിദാതയാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 ദിവസമായി ബീഹാറിലുണ്ട്. ജനത്തെ തൊട്ട് അവരെ അറിഞ്ഞ് അവരിൽ ഒരാളായി ബീഹാറിൻ്റെ മണ്ണ് ഇളക്കി മറിക്കുകയാണ്. അപ്പുറത്ത് തന്ത്രങ്ങളത്രയും പരാജയപ്പെട്ട യുദ്ധമുഖത്ത് ഇന്ന് തൊടുക്കാൻ അസ്ത്രങ്ങളൊന്നുമില്ലാതെ മോദിയും അമിത്ഷായും നിതീഷ് കുമാറും അടക്കമുള്ള കാളിയന്മാർ വർഗീയ പേക്കൂത്തിൽ ബീഹാറിൽ വിഷം വിതറി വർഗീയ താണ്ഡവമാടുമ്പോൾ അതിനെ ബഹുസ്വരത കൊണ്ടും ഭരണഘടന കൊണ്ടും മതേതരത്വം കൊണ്ടും തൂത്ത് വൃത്തിയാക്കുകയാണ് രാഹുൽ ഗാന്ധിയും മഹാഗഠബന്ധനും. തോൽവി ഭയക്കുമ്പോൾ എല്ലായ്പ്പോഴും മോദി എടുക്കുന്ന ഏറ്റവും നീചമായ അടവായ വർഗീയതയും കരച്ചിലും കൊണ്ട് ഇന്നലെ രംഗത്ത് വന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും നിതീഷ് കുമാറും അടക്കമുള്ളവർ കാളിയന്റെ അവതാരമെടുത്ത് വിഷം ചീറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബീഹാറിൽ കാളിയ താണ്ഡവമായിരുന്നു അവരുടെ റാലികളിലൊക്കെ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ച്, കോൺഗ്രസിനെ ലക്ഷ്യം വെച്ച് നടത്തിയത്. എന്നാൽ ഇന്ന് ശ്രീകൃഷ്ണന്റെ അവതാര നിയോഗം പോലെ രാഹുൽ ഗാന്ധി കാളിയന്റെ പുറത്തേറി നൃത്തമാടുകയാണ്. ഇക്കാലമത്രയും ചവിട്ടി മെതിച്ച് സംഹാരത്താണ്ഡവമാടിയ രാഹുൽ ഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കാളിയ മർദ്ദനം അവസാനിപ്പിച്ച് വർഗീയ വിഷം കൊണ്ട് ഇന്ത്യയെ തകർക്കുന്ന കാളിയനെ തളയ്ക്കുക തന്നെ ചെയ്യും. ആ ദിശയിലാണ് AICCയുടെ അതിപ്രധാനമായ ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിനെ മുൻനിർത്തിയാണ് ചർച്ച നടക്കുന്നത് എങ്കിലും ഉടൻ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അസം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം എന്നിവയും ലക്ഷ്യമിട്ടാണ് AICCയുടെ നീക്കം. എന്തായാലും AICCയുടെ പടപ്പുറപ്പാടിൽ മുന്നണി പോരാളികളായ 40-ലധികം വരുന്ന ദേശീയ നേതാക്കളുടെ പട ബീഹാറിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അതിനു മുന്നോടിയായി രാഹുൽ ഗാന്ധി 2 ദിവസമായി അവിടെ യുദ്ധ കാഹളം മുഴക്കി കഴിഞ്ഞു. 29-ന് തേജസ്വിയും ഒന്നിച്ച് വേദി പങ്കിട്ട് മോദിക്കെതിരെ ജനത്തോട് പറഞ്ഞ കാര്യങ്ങൾ ജനം മുക്തകണ്ഠമായി സ്വീകരിച്ചു കഴിഞ്ഞു. ഇന്നലെ നളന്ദയിൽ ചരിത്രം തിരുത്തിയ ജനാരവത്തെ എതിരേറ്റുകൊണ്ട് രാഹുൽ ഗാന്ധി അവരോട് പറഞ്ഞത് അവരുടെ ഹൃദയത്തെ തൊട്ടു. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഇന്ദിരാഗാന്ധിയുടെ വിൽ പവറിനെ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മോദിയെ വെല്ലുവിളിക്കുകയായിരുന്നു. ഇന്ദിരാഗാന്ധി ഒരു സ്ത്രീ ആയിരുന്നിട്ടും ഈ പുരുഷനേക്കാൾ അവർക്ക് ധൈര്യമുണ്ടായിരുന്നു. 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാനോ ഭയപ്പെടാനോ ഇന്ദിരാഗാന്ധി തയ്യാറായില്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എതിർക്കാനുള്ള ധൈര്യമോ കാഴ്ചപ്പാടോ ഇല്ലെന്നും അദ്ദേഹം മോദിക്കെതിരെ ആഞ്ഞടിച്ചു. അതിനുള്ള തെളിവാണ് തൊട്ടടുത്ത ദിവസം ഇന്ത്യൻ പെട്രോളിയം കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ നിന്നും പിന്മാറിയത്. പതിവ് പോലെ മോദി അതിനെക്കുറിച്ച് ഇതുവരെയും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്ന വസ്തുതയാണ്. രാഹുൽ ഗാന്ധി ആരോപിച്ച പോലെ ട്രംപ് എന്ന പേര് കേട്ടാൽ നമ്മുടെ പ്രധാനമന്ത്രി കവാത്ത് മറക്കത്രേ. അന്ന് 1971-ൽ അമേരിക്ക അവരുടെ 7ാം കപ്പൽപ്പടയെയും വിമാനവാഹിനി കപ്പലിനെയും അയച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയായിരുന്നു ഇവിടുത്തെ പ്രധാനമന്ത്രി. അവർ പറഞ്ഞു, നിങ്ങളുടെ നാവികസേനയെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യുമെന്ന്. ഇന്ദിരാഗാന്ധി ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് ഈ പുരുഷനേക്കാൾ കരുത്തുണ്ടായിരുന്നു. മോദി ഒരു ഭീരുവാണ്. രാഹുൽ ഗാന്ധി വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു മോദിയെ. ബീഹാറിൽ വന്ന് മോദി ഇതുവരെയില്ലാത്ത വാഗ്ദാന പെരുമഴ സൃഷ്ടിക്കുമ്പോൾ ഒന്നോർക്കുക പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവർ ഇവിടെയായിരുന്നു.
അങ്ങ് ഡൽഹിയിലിരുന്ന് റിമോട്ട് കൺട്രോളിൽ ഇവിടെ നിതീഷിനെ നിയന്ത്രിച്ചിരുന്നപ്പോഴും NDA സർക്കാരിന് എന്താ ഇന്ന് പ്രഖ്യാപിച്ചത് അന്ന് കൊടുത്തുകൂടായിരുന്നോ? ഇവിടെ സ്ത്രീകൾ, കർഷകർ, വിധവകൾ, യുവാക്കൾ, യുവതികൾ, ഡ്രൈവർമാർ, അടിസ്ഥാന വർഗ കൂലി തൊഴിലാളികൾ എന്നിങ്ങനെ സമൂഹത്തിൽ അവശതയും ദുരിതവും അനുഭവിക്കുന്നവരുടെ നിലവിളിക്ക് മേൽ ചെവി കൊടുക്കാത്ത NDA സർക്കാർ ഇന്ന് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനത്തിന് മുന്നിൽ നാടകം കളിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. ഇന്നും മലമൂത്ര വിസർജനം ചെയ്യാൻ വെളിയിടങ്ങളെ ആശ്രയിക്കുന്ന അതിദരിദ്രരായ ഗ്രാമീണരുടെ ഇടയിലേക്കാണ് നിങ്ങൾ ഒരിക്കലും നടത്താത്ത വാഗ്ദാനങ്ങൾ എറിഞ്ഞിട്ട് കൊടുക്കുന്നത്. അത് ബീഹാർ ജനത്തിനും അറിയാം. തെരഞ്ഞെടുപ്പ് അടുത്താൽ തലയിൽ തൊപ്പിയും കയ്യിൽ ആംഗ്യവും വായിൽ നുണയുമായി മോദി ബഫൂൺ വേഷവുമായി നാടകം കളിക്കാൻ ഇറങ്ങും. മേരി ബായ് ബഹനോം എന്ന് നീട്ടിയും കുറുക്കിയും വാചക കസർത്ത് നടത്തി സ്ഥലം കാലിയാക്കും. ബെസ്റ്റ് നടനെന്ന് ജനവും പരിഹസിക്കും. അതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഈ നാടകം അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നത്. ഇതിനാണ് AICC പടപ്പുറപ്പാട് ഒരുക്കുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി വദ്ര തുടങ്ങിയ ദേശീയ നേതാക്കൾ മുൻനിര പോരാളികളായി ഇറങ്ങിക്കഴിഞ്ഞു. 4-ാം തീയതിയോടെ ബീഹാറിൽ 1-ാം ഘട്ട പ്രചരണം അവസാനിച്ച് ഒറ്റ ദിവസത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം 1-ാം ഘട്ട വോട്ടെടുപ്പ് 6-ാം തീയതി നടക്കും. 2-ാം ഘട്ട വോട്ടെടുപ്പ് 11-നും. 14-ാം തീയതി ഫലപ്രഖ്യാപനവും വരുമ്പോഴാണ് ജനത്തിനിടയിലെ ജനാധിപത്യ വിപ്ലവം തിരിച്ചറിയൂ. മോദിയുടെ വോട്ട് തട്ടിപ്പ് ഗിമ്മിക്കുകൾ ബീഹാറിൽ നടത്താൻ അനുവദിക്കാത്ത കോൺഗ്രസ് JDU അടങ്ങുന്ന മഹാഗഠബന്ധനെ വൻ ഭൂരിപക്ഷത്തോടെ ജനം തെരഞ്ഞെടുക്കുമെന്നത് ഇപ്പോൾ തന്നെ ഉറപ്പാക്കി കഴിഞ്ഞു ബീഹാറിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.